Mr. Bagasain, if you could please reveal the CD. Let's have a loud round of applause, please. മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത് രണ്ട് ലെജൻസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി മൊത്തം നമ്മളുടെ ഒപ്പമുണ്ട് എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന മൊമെന്റ്സ് ആണ്. ഇതുപോലുള്ള എല്ലാ വർഷവും നമ്മളൊരു ചാരിറ്റി മൂവി ചെയ്യാറുണ്ട്. അത് ചെയ്തത് എന്തിനെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ എഞ്ചിനീയറിംഗിന് ശേഷം സിനിമയിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമം നടത്തി 6 മാസത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ അതിനുവേണ്ടി ചിലവഴിച്ചു. പക്ഷേ അന്ന് ഇത് ഞാൻ പറയുന്നത് 1990s. ആ സമയത്ത് ഒന്ന് വഴി കാണിക്കുവാനോ കൈപിടിച്ച് കയറ്റുവാനോ ശരിക്കും പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അനുഭവിച്ച എൻ്റെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ആ വഴികാട്ടിയില്ലാത്തതിൻ്റെ ഒരു ദുഃഖം, അത് എന്നിലുണ്ടാക്കി, എൻ്റെ മനസ്സിനുണ്ടാക്കിയ ഒരു വിശപ്പുണ്ടല്ലോ, ആ സാധനം. അത് പിന്നീട് ഞാൻ ബോംബെയിൽ ഇതിന് 6 മാസത്തിന് ശേഷം ഞാൻ ബോംബെയിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഷിപ്പിലേക്ക് കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ട്, കാര്യം ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ 6 മാസം സെയിൽ ചെയ്യാം, 6 മാസം കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക് ഉണ്ട്, ആ സമയത്ത് സിനിമ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹമാണ്. കാര്യം എനിക്കൊരു പ്രതീക്ഷ തന്നത് കമൽ സാർ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ കയറ്റാന്ന് പറഞ്ഞപ്പോൾ അത് 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിന് പറ്റിയൊരു ഒറ്റ പ്രൊഫഷനേ ഉള്ളൂ, ഷിപ്പിങ്ങിന് പോവുക, 6 മാസത്തെ ആ ഒരു ഗ്യാപ്പ് വെച്ച് സിനിമ ചെയ്യാം എന്നുള്ളത് എനിക്ക് ബോധ്യമായത് അദ്ദേഹം എഴുതുന്ന ചില കവിതകൾ വായിക്കുമ്പോഴാണ്. പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട്, അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കാണാറുണ്ട്. വളരെ കാലികമായ വിഷയങ്ങളെക്കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായി. അപ്പോൾ അത് ആ ഒരു കഴിവ് ഉള്ള ആൾക്ക് ഒരിക്കലും ഏത് ബിസിനസ്സിൽ പോയാലും ഏത് തൊഴിലിൽ പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയുകയില്ല. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു. ഒരുപക്ഷെ മലയാളത്തിലുള്ള ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റിലുള്ളൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇതിനു മുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയെന്ന് പറയുന്ന ഒരു പാഷനുള്ളിൽ ദീർഘകാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. കമലിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കഥകളൊക്കെ കമൽ പറഞ്ഞിട്ടുണ്ട്, കമലിനോട് അസിസ്റ്റ് ചെയ്യാനൊക്കെ പോയ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്നും ഉള്ളിൽ ഒരു പാഷനെ കൊണ്ടു നടക്കുന്ന, അത് കെട്ടുപോകാതെ അത് ജ്വലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു മനസ്സുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ടി ഡി ആൻഡ്രൂസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത, ഞാൻ സംവിധാനം ചെയ്ത, പ്രിയങ്ക അഭിനയിച്ച ജലം എന്നൊരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിലെത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ച, ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട, ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോഹൻ സാറിനോട് ഈ അവസരത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഏരീസ് ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മികച്ച കലാഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം. അത് സോഹൻ സാറിൻ്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടുക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നത്. സോഹൻ സാറുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഡാം 999 ആണ്. ഡാം 999 വേണ്ടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് ഏരീസ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത്. അന്ന് തുടങ്ങിയ സിനിമയുടെ ഭാഗമായിരുന്നില്ല, ഭാഗമാവാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജലത്തിൻ്റെ ഭാഗമായി, അത് പ്രതീക്ഷിക്കാതെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ അവസാനം അത് ഏരീസിലേക്ക് വരുന്നതാണ്. അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്, ശരിക്കും കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത, ബിജേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ പൂജയിലും പ്രിയങ്ക വരണം എന്ന് പറഞ്ഞ് അഭിനയിച്ചേച്ചിയെ അന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഇപ്പോൾ ഈ പടം വരുമ്പോൾ ബിജേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ്, പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ദുബായിലുണ്ടായിരുന്നു, സോഹൻ സാറിൻ്റെ വീട്ടിൽ പോയി. സാർ എന്നെ ആ വീഡിയോ മുഴുവനാണ്, സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു നല്ലൊരു ത്രെഡ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരൊറ്റ കാര്യമാണ്, കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ്, അത് സിനിമയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇതൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ അത്
അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ പുറത്തുവന്ന ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഥ ഇഷ്ടമായിരുന്നു, കഥാപാത്രം ഇഷ്ടമായിരുന്നു. ഞാനും അതിൻ്റെ ഭാഗമായിട്ട്, ആ യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ്. പ്രിയങ്ക നേരത്തെ പറഞ്ഞ പോലെ വിപിനിൽ നിന്ന് വിയാനിലേക്കുള്ളൊരു ദൂരമാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാലക്കാടുള്ള ഒരു ഉൾപ്രദേശത്ത് സിനിമ സ്വപ്നം കണ്ടു നിന്ന എന്നെ 12ഓളം സിനിമ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിലേക്ക് പ്രാപ്തനാക്കിയിട്ടുള്ളത്, അതിൽ ദൈവം കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറും എൻ്റെ മെൻറ്ററുമായിട്ടുള്ള സോൺ റോയ് സാറോടാണ്. അദ്ദേഹമില്ലെങ്കിൽ ഞാനില്ല. അതിനോടൊപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏരീസ് ഗ്രൂപ്പിൽ ഒരു എംപ്ലോയി കൂടിയാണ്. നിങ്ങൾക്കറിയാം, പല വലിയ നടന്മാരും പല ഇൻ്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ജോലിയും സിനിമയും പാരലായിട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുള്ളത് ഏരീസ് ഗ്രൂപ്പും ഇവിടുത്തെ എൻ്റെ ഏരീസ് ഫാമിലിയാണ്. അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. അതുപോലെ ഈ സിനിമയിലേക്കും എത്തിച്ചേർന്നത് എൻ്റെ ഒരു തമിഴ് സിനിമ ചെയ്തതിന് ശേഷമാണ്. സാറ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നത്. പിന്നെ പത്മകുമാർ സാർ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. കുറേ എന്താ പറയുക, നമ്മളുടെ ഒരു വലിയൊരു കോയിൻസിഡൻസ് കൂടിയാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത്. കാരണം ഞാൻ ഏരീസിൽ ജോയിൻ ചെയ്തിട്ട് സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട ഒരു സിനിമ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജലം സിനിമയുടെ ലൊക്കേഷനിലാണ്. അന്ന് പ്രിയങ്കനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര വണ്ടറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഓ പ്രിയങ്ക എന്നറിയാം. കാരണം നമുക്ക് വെയിൽ മൂവിയിൽ ആ പാട്ടൊക്കെയാണ് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലെ കൂടെ അങ്ങനെ പാസ് ചെയ്ത്, ആ പ്രിയങ്കയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് തന്നെ അല്ല കാര്യം, സാധാരണ ഗാനങ്ങൾ നന്നായി കഴിഞ്ഞാൽ സിനിമ പകുതി വിജയിച്ചതാണ്. നല്ല സോങ്സ് ആണെന്ന് അത് നിങ്ങൾക്ക് തന്നെ ഈ സോങ്സ് കാണാൻ മനസ്സിലാവും. സോങ്സ് ഗംഭീരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായി, സിനിമയുടെ സ്റ്റോറി എല്ലാം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഈ സിനിമ ഇനി ഏത് രീതിയിൽ വലുതാക്കണമെന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. അത് നല്ല രീതിയിൽ ചെയ്യുക. കാര്യം ഈ സിനിമ ഒരു 2ാം ഭാഗത്തിന് സാധ്യതയുണ്ട്. ഈ ഫസ്റ്റ് സിനിമ വിജയിച്ചാൽ തീർച്ചയായിട്ടും ആ 2ാം ഭാഗം അവരിതിന് ഗംഭീരമാക്കിക്കൊണ്ട് വരും. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് സിനിമ. താങ്ക് യു. ജലമായിരുന്നു ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞിട്ട് കർണിക. ഇത് ഒരു കൂട്ടം സിനിമയെ മോഹിക്കുന്നു, സിനിമയിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണത്. അപ്പം അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സിനിമ സോഹൻ സാറ് അമൻ ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സിനിമ കർണിക എന്ന് പറയുന്ന ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എൻ്റെ അടുത്ത് ഈ ഒരു കഥ പറയുമ്പോൾ എനിക്ക് ഇതിനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവരതൊരു ഷോർട്ട് ഫിലിം ആക്കി ചെയ്തു വെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. അതാണ് കുറച്ചുകൂടി ഒരു വലിയ ചിത്രമായിട്ട് മാറുന്ന, 2 മണിക്കൂർ അധികം മിനിറ്റ്സ് ഉള്ള ഒരു സിനിമയായിട്ട് മാറുന്നത് ഇതാണ്. നമുക്ക് തീർച്ചയായിട്ടും മനോഹരമായ ഒരുപാട് പാട്ടുകളുണ്ട്, കുറേയധികം പുതിയ അഭിനേതാക്കളുണ്ട്, അതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സിനിമ പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്ക് തിരിച്ചു വീണ്ടും വരാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും. ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷ. ഒരു കൊച്ചു നല്ല സിനിമയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ചിത്രത്തിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് കഥാപാത്രം, അതിലുപരി കർണിക എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കുറിച്ച് അതിൽ ഭാഗമാക്കാൻ പറ്റിയെക്കുറിച്ച്. അപ്പോൾ എൻ്റെ കഥാപാത്രത്തിനെ പറ്റിയിട്ടുണ്ട്, എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് അല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ലേ, ഇപ്പോൾ ഒരു ഹൊറർ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് കഥാപാത്രത്തിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു വർഷം പറയുമ്പോൾ തന്നെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും റിവീലാവുന്ന ഒരവസ്ഥയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് തന്നെയാണ് അത് അരുൺ ചേട്ടൻ. ഇതിൻ്റെ സംവിധായകനെ പറ്റി പറയാൻ അരുൺ വെൺവാല. അദ്ദേഹം സിനിമ വിട്ടിട്ട് അദ്ദേഹം ഒരു MRI ടെക്നീഷ്യനാണ്. അദ്ദേഹം ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതാണ് വേറൊരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. എനിക്ക് അതിന് മുന്നേ ഷോർട്ട് ഫിലിം മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള. പിന്നെ അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്, അരുൺ തന്നെയാണ്. മനോഹരം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, മനോഹരമായിട്ടുള്ള പാട്ടുകൾ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം എന്നെ അതിലേക്ക്
വലിച്ചിട്ടതിൻ്റെ ഒരു കാര്യം, അതായത് എന്നെ സോഹൻ സാറാണ് ആദ്യം ഈ ഒരു ഷോർട്ട് ഫിലിം എന്നെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. എനിക്ക് മനോഹരമായിട്ടാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരുന്നുള്ളതാണ്. പിന്നെ വളരെ മനോഹരമായിട്ട് ഷോർട്ട് ഫിലിം അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ത്രെഡായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അരുണിൻ്റെ ഇതൊരു വലിയ തുടക്കമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്.